വെൽക്കം ടു മലേഷ്യ. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. ഐ എം വാക്കിംഗ് ടുവേർഡ്സ്. ഇവിടെ ഒരു മോളുണ്ട്. ഞങ്ങളിന്ന് വൈകുന്നേരം ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എല്ലാവർക്കും ഭയങ്കര ഉറക്കം മൂടായതുകൊണ്ട് ആ ആക്ടിവിറ്റി ഞങ്ങളങ്ങ് കട്ട് ചെയ്തിട്ട് ഉറങ്ങി എണീറ്റ് റെഡിയായി. ഞങ്ങൾ ലഞ്ച് കഴിച്ചില്ല. ഇപ്പോൾ ഏകദേശം ഈവനിങ് ആയി. ഞങ്ങൾ മോളിലോട്ട് പോവാം. അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് അവിടെ ഒന്ന് കറങ്ങും. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ആ ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസം അങ്ങനെ ഞങ്ങൾ പോകട്ടെ എന്ന് വെച്ചു. നമ്മൾ വിചാരിച്ചതിനേക്കാൾ മലേഷ്യ സീംസ് ടു ബി എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നമ്മൾ മസ്കറ്റിൽ നിന്നത് ഈ ഒരു കമ്പനിയുടെ ഫ്രേസർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു അപ്പാർട്ട്മെൻറ്റിലായിരുന്നു, ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ്. ഫുഡ് കോർട്ട് ബേസ്മെൻറ്റിലാണെന്ന് പറയും. ഇഷാനിക്കൊക്കെ ഒട്ടും എനർജി ഇല്ല ഫുഡ് കഴിക്കാത്തതുകൊണ്ട്. ഇഷാനി നാളെ കഴിച്ചൊരു ദോശയാണ്. Very promising, I have to say. Gifts can be received. No. Same. Oh my god, see the finish. ഇത് ഞാൻ വീട്ടിലിടയ്ക്ക് വാങ്ങിയപ്പോൾ.
വാട്സാപ്പ് ചാനൽ പറഞ്ഞിട്ടുണ്ടേ. ആര്? ഹായ് അബൽ, ലൈറ്റ് മാറി. എവിടെ? ആ പെണ്ണ് നിൽക്കുന്ന ഒരു സ്ഥലം അവിടെ നിന്നിട്ട് നല്ല ഫോട്ടോ. വി ക്യാൻ ഗോ ദേർ. ഞാനേ വാസിൽ അമ്മ പോയി. Thank you. That's all. Yes, me too. What? Where? Hosea. So you are missing Hosea, you can see here. നമ്മളിപ്പോൾ ഇവിടെ മലേഷ്യയിലുള്ള KL ബേർഡ് പാർക്കിലാണ്. ഈ ബേർഡ് പാർക്കിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നു മറ്റ് ബേർഡ് പാർക്സിലൊക്കെ നമ്മൾ കാണാത്ത പോലെ ഇവിടെ എല്ലാ ബേർഡ്സും ഇതുപോലെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കും. അതും അവിടെയൊക്കെ പീക്കോക്ക് ഉണ്ട്. എവിടെ പീക്കോക്ക്? അയ്യോ അതെവിടെ ഫുഡ് കഴിക്കുന്നത്? ഫുള്ള് പീക്കോക്കൊക്കെ ഇങ്ങനെ തീരാ പാരാ നടക്കുക. അത്രയ്ക്ക് പീകോക്സ് ആൻഡ് നൈസ് പ്ലേസ്. ഇച്ചിരി ചൂട് കൂടുതൽ അത്രേ ഉള്ളൂ. കുറച്ചുകൂടെ ഒരു ബെറ്റർ വെതർ മേ ബി ഡിസംബർ നവംബർ ടൈമിലൊക്കെ ആയിരുന്നെങ്കിൽ വെതർ കുറച്ചുകൂടി പ്ലസൻ്റ് ആയിരുന്നു. അല്ലെങ്കിൽ നമുക്ക് പിന്നെ വെക്കേഷൻ ഉള്ളപ്പോഴല്ലേ ഇറങ്ങാനും പറ്റും. നൈസ് പ്ലേസ്. ശരിക്കുള്ള ലൈക്ക് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ഫോറസ്റ്റ് പോലെ അല്ല. ശരിക്കുള്ള ചെടികളും നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള മരങ്ങളും എല്ലാമാണ്. കിളികളും കുറച്ചൊക്കെ നമുക്ക് ഫെമിലിയറാണ്, ചിലതും നമുക്ക് ഫെമിലിയറില്ല. കുരങ്ങന്മാർ ധാരാളം ഉണ്ടായിരുന്നു. പീകോക്സ് ഇവിടെ നടന്നു പോകുന്നവരെല്ലാം നമ്മുടെ ഇന്ത്യൻ പീകോക്സ് ആണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ പീകോക്സ് നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ മഴക്കോളൊന്നും വന്നെങ്കിൽ ചിലപ്പോൾ ഡാൻസ് കളിച്ചാലേ. ഇപ്പൊന്നും ഡാൻസ് ഒന്നും കളിക്കണില്ല, വെറുതെ നടക്കുക. ഹൻസിക ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. ഇനി എത്ര നടക്കണമെന്ന് തോന്നുന്നു തിരിച്ച് എക്സിറ്റ് എത്താനായിട്ട്. നമ്മളിപ്പോൾ വെറും KL ബേർഡ് പാർക്ക്. എനിക്ക് തോന്നുന്നു വേൾഡിലെ ബിഗ്ഗസ്റ്റ് ബേർഡ് പാർക്കാണിത്. ഇത്രയും നാൾ നമ്മൾ പല പ്രാവശ്യം സിംഗപ്പൂർ പോയിട്ടുണ്ടെങ്കിലും അവിടെ ദേഴ്സ് എ ജുറോങ് ബേർഡ് പാർക്ക്. അവിടെ വി നെവർ ഗോട്ടൻ ദ ചാൻസ് ടു ഗോ. അത് നമ്മുടെ മനസ്സിലൊരു വിഷമമായിരുന്നു. ഇന്നിവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ദാറ്റ് ദിസ് ഇസ് മച്ച് ബിഗർ ദൻ ദാറ്റ് ആൻഡ് ഇറ്റ്സ് ആക്ച്വലി ബ്യൂട്ടിഫുൾ ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് എ നാച്ചുറൽ ഹാബിറ്റാറ്റ് ഓഫ് ഓൾ ദീസ് ബേർഡ്സ്. ആൻഡ് സത്യം പറഞ്ഞാൽ അവരുടെ വീട്ടിൽ നമ്മൾ വന്ന പോലെയാണ്. കാരണം ഇവർക്ക് നമ്മുടെയൊക്കെ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെയൊക്കെ പോവും. സോ യാ ഇറ്റ്സ് ക്വൈറ്റ് എ നൈസ് പ്ലേസ്. ആൻഡ് എനിക്കിത് എടുത്തു പറയണം, ബഡ്ജറ്റ് ഹോളിഡേയ്സ് എന്ന് പറയുന്ന ട്രാവൽ കമ്പനിയാണ് നമ്മുടെ എല്ലാം ബുക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് യു നോ ദേ ദ വൺസ് ഹു ടേക്കൺ കെയർ ഓഫ് അവർ എൻറ്റയർ ട്രിപ്പ്. അപ്പം അവർ തന്നെയാണ് ബേർഡ് പാർക്കൊക്കെ സജസ്റ്റ് ചെയ്തതും. ആൻഡ് നമുക്കൊന്നും അറിയേണ്ട വന്നിട്ടില്ല സത്യം പറഞ്ഞാൽ. എവ്രിതിങ് ഈസ് ജസ്റ്റ് ടേക്കൺ കെയർ ഓഫ് സോ പെർഫെക്റ്റ്ലി. നമ്മൾ റെഡിയായി വരുമ്പം ദ ഡ്രൈവർ, ദ കാർ, എവറിബഡി ഈസ് ദേ.
ആൻഡ് യുനോ ഓരോ സ്ഥലത്ത് വരുമ്പോൾ അവർ തന്നെ വന്ന് ടിക്കറ്റ്സ് ഒക്കെ കാണിച്ച്. അതുകൊണ്ട് സാധാരണ ഒരു ട്രിപ്പ് പോകുമ്പോൾ എന്ന് പറയുമ്പോൾ എൻ്റെ തലയിൽ ഒരു 1500 തലവേദനയാണ്. ഹോട്ടൽ റൂം വരെ. അതെ, ഇത് എനിക്ക് ഒരു തലവേദന കീ, ഈവൻ ദ കീ അവർ വന്ന് ഓൾറെഡി കീയും മേടിച്ച് എല്ലാം എടുത്ത് വെച്ചിരുന്നു. എനിക്കപ്പം എത്രയോ നാൾക്ക് ശേഷമാണ് ഒരു ചെറിയ തലവേദന പോലും അറിയാതെ ഞാനൊരു ട്രിപ്പിന് പോകുന്നത്. അപ്പോൾ അത് കാരണം എനിക്ക് അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ ബഡ്ജറ്റ് ഹോളിഡേയ്സിനോട് പറയുന്നു ഫോർ ടേക്കിംഗ് കെയർ ഓഫ് എവറിഥിങ് സോ പെർഫെക്റ്റ്ലി. മയില് വിചാരിക്കായിരിക്കും ഇതാരീ പ്രാന്തി. ഞാൻ ശിക്കാരി ശംഭുവാ. എന്റെ ഉടുപ്പ് കണ്ടിട്ട് മനസ്സിലാവില്ല. You're good at making jokes nowadays. On myself. ശിക്കാരി ശംഭു. ശിക്കാരി ശംഭു അതാ ഞാൻ സഫാരിക്ക് വന്നതാ. സഫാരി വൈബിൽ അഡ്രസ് ചെയ്ത ഇവരെല്ലാരും എന്നോട് രാവിലെ ചോദിക്കുക റെഡി ആവുന്നില്ലേ? ഞാൻ പറഞ്ഞു ഞാൻ റെഡി അല്ല ഇഷാനി. അപ്പൊ ഇഷാനി ചോദിച്ചു അപ്പൊ ഇത് നൈറ്റ് ഡ്രസ് അല്ലേ? You know it's my quads. Maybe a bad quads perhaps. Guys. Look at your dress. Table mat വെട്ടി തയ്പ്പിച്ച ഡ്രസ്. Nonsense. ഞാനൊന്നും എടുക്കട്ടെ. എന്ത്? ഇഷായുടെ മുടി ഇത്രയും വളർന്നു അറിയില്ല. തിരിഞ്ഞ ഞാൻ വെട്ടി കുഞ്ഞാക്കാൻ പോകുന്നു. വേണ്ട, നല്ല ഭംഗിയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. റപ്പൻസിൽ എന്റെ ഇതില് 10 വട്ടം കുരുങ്ങും. കട്ടിയില്ല റപ്പൻസിലല്ല. ആ പീക്കോക്കിന് നമ്മളെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് നമ്മളെ വിട്ട് പോകുന്നില്ല. ചാടിയത് ഞാൻ ഒരു വ്ലോഗ് എടുക്കാണ്. താങ്ക് യു. ഇഷാനി That's nice. ഞാൻ നടന്ന് തളർന്നു. ഐ എം സ്വെറ്റിംഗ് സോ മച്ച്. ചൂട് പറ്റുന്നില്ല. നല്ല സ്ഥലമായിരുന്നു. പക്ഷേ വെതർ ഇച്ചിരി കൂടെ പ്ലസൻ്റ് ആയിരുന്നെങ്കിൽ ഇത് രാവിലെ കുളിച്ച് ഫ്രഷായി ടിപ്പ് ടോപ്പായിട്ടൊക്കെ വന്നതാണ്. ഡ്രസ്സൊക്കെ അതേ വിയർത്ത് ഒരു കുളമായി. Oh God, look at this sweat. Shit. ഭയങ്കര ചൂട്. ഇതുകൊണ്ടാകത്ത് ആദ്യമായിട്ടാണ് വിയർപ്പ് അറിയുന്നത്. ഇവിടുത്തെ ഒരു നാഷണൽ മ്യൂസിയമാണ്. ഇവരുടെ ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടിയ സമയത്ത് മരിച്ചുപോയ സോൾജേഴ്സിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവർ കൺസ്ട്രക്ട് ചെയ്ത ഒരു സ്ഥലമാണിത്. നമ്മുടെ നാട് ഇന്ത്യ ബ്രിട്ടീഷേഴ്സിൻ്റെ കീഴിലായിരുന്നു. അതേപോലെ തന്നെയാണ് ഇവർക്കും അതുപോലത്തെ ഹിസ്റ്ററി ഉണ്ട്. നമ്മുടെ
ഇന്ത്യ പാകിസ്ഥാൻ വിട്ടുകൊടുത്തതൊക്കെ പോലെ ഇവരൊക്കെ അങ്ങനെ ആ സമയത്ത് ഇവരുടെ കഥയിലും അങ്ങനെയൊക്കെ വിട്ടുകൊടുത്തിട്ട് ആയതാണ് സിംഗപ്പൂറും മറ്റുമൊക്കെ. എനിക്ക് ഹിസ്റ്ററി കാര്യമായിട്ട് ഞാൻ തീരെ പഠിച്ചിട്ടില്ല. നമ്മൾ സ്കൂളിലും കോളേജസിലും ഒക്കെ പഠിക്കുമ്പോൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ തീരെ ഈ നാട്ടിലേന്ന് ഹിസ്റ്ററി ഞങ്ങളുടെ ഒരു ബുക്സിലും ഇല്ലല്ലോ. നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കാറുണ്ട്. കോളേജിലൊക്കെ എത്തുമ്പോൾ നമ്മൾ ബ്രിട്ടീഷ് ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു ചാപ്റ്റർ ആയിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്നാലും മലേഷ്യൻ ഹിസ്റ്ററിയെക്കുറിച്ചൊന്നും എനിക്കൊരു വിവരമില്ല. ഞങ്ങളുടെ കൂടെ വന്ന ഞങ്ങളുടെ ട്രാവലിൻ്റെ ആൾ പറഞ്ഞു തന്നു. അപ്പോഴാണ് ഒക്കെ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ മനസ്സിലായി എല്ലാവർക്കും ഏകദേശം ഒരു നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി കുറച്ചുകൂടെ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവർക്ക് 1950 സംതിങ്ങോ 56ഓ മറ്റോ അതുപോലെ എന്തോ ഒന്നും പറഞ്ഞത്. നൈസ് പ്ലേസ്. കുറച്ചുകൂടെ വെതർ കുറച്ചുകൂടെ പ്ലസൻ്റ് ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അത് ഭയങ്കര ചൂട്, നമ്മുടെ നാട്ടിൽ അതേ ചൂട്. ഇടയ്ക്കൊരു മഴ പെയ്തു, പിന്നെ നിന്നു, പിന്നും വെയിലായി. കൊച്ചൊന്ന് ഇങ്ങോട്ട് വരുമോ? ചേച്ചിക്ക് ഒരു പടം പിടിക്കണം. ഇതല്ല ഒരു ജാമ്പക്കയുടെ സൈസ് നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള സെയിം, പക്ഷേ ഇവിടെ അടിപൊളി. ഇതാ റംബൂട്ടാൻ ഫ്രം ഉണ്ടോ? ആ വാങ്ങിക്കാം. മാംഗോസ്റ്റിനും വാങ്ങണം അമ്മ പറയുന്നത്. ആൻഡ് ഐ വോണ്ടഡ് ടു ഹാവ് സം ഡ്യൂറിയൻ. ഇത് ഹോട്ടലിലും കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാറിലും കയറ്റാൻ പറ്റത്തില്ല, ഇവിടെ നിന്ന് തന്നെ കഴിക്കണം. മനസ്സിലാവുമെന്ന് പറഞ്ഞത് ഭയങ്കര ഇതിന് തോന്നുന്നില്ല. ഇത് എല്ലാവർക്കും ഇഷ്ടമാകത്തില്ല. അമ്മ വേറെ ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റും. ടേസ്റ്റ് ചെയ്യുന്ന മനസ്സിലായി വേണ്ട സ്മെല്ല് കിട്ടി. ചക്ക പോലെ മനസ്സിലാം. നോക്കി നമുക്ക് ഉള്ളിൽ ഫുള്ള് കാണാം. അത്രയും വലുതായിട്ടാണ്. നമ്മുടെ നാട്ടിൽ റംബൂട്ടാൻ ജസ്റ്റ് പച്ചയാണ്. ഞാൻ അങ്ങനെ ആദ്യമായിട്ട് കാശ് കൊടുത്ത് റംബൂട്ടാൻ വാങ്ങി. നമ്മളിന്ന് കറങ്ങാനൊക്കെ പോയി. അവസാനം ഫ്രൂട്ട്സിൻ്റെ സ്ഥലത്ത് പോയി കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി. ഇവിടുത്തെ കരിക്കു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ക്വാണ്ടിറ്റിയാണ്, ഭയങ്കര ടേസ്റ്റുമാണ്. വില നമ്മുടെ നാട്ടിൻ്റെയൊക്കെ ഓൾമോസ്റ്റ് ഇരട്ടിയുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിലൊരു 3 എണ്ണത്തിൻ്റെ അത്ര വെള്ളം ഒന്നുമില്ലുണ്ട്. കുടിച്ചാലും അതാ ഈശാനിക്കൊക്കെ അവസരം മതിയായി. കഴിക്കാനുള്ളതും എല്ലാം അത്രയ്ക്കുണ്ടായിരുന്നു. ഭയങ്കര നല്ലത്. ഏത് നാട്ടിൽ നിന്ന് വരുന്നതാണോ? ഈ നാട്ടിൽ ഞാൻ തെങ്ങൊന്നും കണ്ടില്ല. ഇവിടുത്തെ ആണോ ഇനി തായ്ലൻഡിൽ നിന്ന് വരുന്നതാണോ എന്ന് അറിയത്തില്ല. ഇറ്റ് ഇസ് വെരി ടേസ്റ്റി. ആൻഡ് ഡ്യൂറിയൻ ആ ഫ്രൂട്ട് എൻ്റെ കയ്യിലിപ്പോഴും എൻ്റെ പണം കേട്ടോ. അത് പൊതുവെ ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമാണ്. അത് ഹോട്ടൽസിലൊന്നും കയറ്റത്തില്ല, കാറിൽ കയറ്റത്തില്ല. അതിനൊരു വല്ലാത്ത സ്മെല്ലാണ്. ഹോട്ടൽസിലൊക്കെ അലൗഡ് അല്ല, അങ്ങനെയാണ്. അത് വാങ്ങിച്ചാൽ അവിടെ എവിടെയും വെച്ച് കഴിക്കുക, അല്ലെങ്കിൽ വീട്ടിലൊക്കെ കൊണ്ടുപോയിരിക്കും. അല്ലാതെ അതിന് പെർമിഷൻ ഇല്ല. അപ്പോൾ എന്തായാലും ഞാനത് 2 ബോക്സ്, സ്മോൾ ബോക്സ് 2 വാങ്ങി. എൻ്റെ ഒരു കൊതി തീരെ ഞാൻ കഴിച്ചു. ഐ ഫെൽറ്റ് സോ ഹാപ്പി. ഞങ്ങളിപ്പോൾ ഇന്ന് പോയ സ്ഥലത്തൊക്കെ ഒത്തിരി സ്വെറ്റ് ചെയ്ത്. അപ്പോൾ അമ്മ ഒരു തായ് ലെഗ് മസാജിന് കയറി. അപ്പോൾ ഞങ്ങളിങ്ങനെ റൂമിലോട്ട് വന്നു. ഞങ്ങളൊന്ന് ബോഡി വാഷൊക്കെ ചെയ്തു.
ഒന്ന് ഡ്രസ് ചേഞ്ച് ഒക്കെ ചെയ്തു. ഇനി ഇവിടെ അടുത്തുള്ളൊരു മോളിലോട്ട് പോകും. അപ്പോൾ അമ്മു അവിടെ നമ്മൾ ജോയിൻ ചെയ്യും. വീട്ടിൽ റൂമിൽ വന്നൊന്ന് ദേഹമൊക്കെ കഴുകിയപ്പോൾ ഒരു ആശ്വാസം. ഞാൻ ചുരിദാറൊക്കെ മാറ്റി. ഞാൻ രാവിലെ ഇട്ടുന്ന ലൂം ആ കമ്പനിയുടെ ഒരു സൽവാറായിരുന്നു ഞാൻ ഇട്ടുന്ന. അതേ യെല്ലോയുടെ ബ്ലൂ ആണ്. ഞങ്ങൾ ഡൽഹി പോയ ദിവസം അമ്മു ഇട്ടിരുന്നില്ലേ, ഞങ്ങൾ ആ ഫ്ലൈറ്റിൽ വന്ന ദിവസം. അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒത്തിരി പേര് ആ സൽവാർ നല്ലതാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു മഞ്ഞയാണ് ഞാൻ ഇന്ന് ഇട്ടിരുന്നത്. നന്നായിട്ട് ഇന്ന് അതിൻ്റെ ഒരു ഫോട്ടോ പോലും ഞാൻ കറക്റ്റായി എടുത്തില്ല. ബിക്കോസ് ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പോയ സ്ഥലത്തൊക്കെ ചൂടായിരുന്നുണ്ട്. ഇങ്ങനെ ചൂട് ഞാൻ അങ്ങനെ അങ്ങ് സ്വെറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ദേഹമൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഇട്ടേക്കണം. ഇവിടെ നിന്ന് വാങ്ങിച്ച ഫ്രോക്കാണ്, ഇവിടെ നിന്ന് വാങ്ങിച്ച ഒരു ഫ്രോക്കാണ്. ഇറ്റ്സ് സിമ്പിൾ സാധാ കോട്ടൺ കംഫർട്ടബിൾ ഫ്രോക്ക്. ഫീലിംഗ് ഗുഡ്. ഇപ്പോൾ നമ്മൾ മോളിൽ പോകാൻ പോകുന്നു. രണ്ടുപേരും റെഡി ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ കം ലെറ്റ്സ് ഗോ. താമസിക്കുന്ന ഹോട്ടലിൽ ഒരു 2 മിനിറ്റ് നടക്കുമ്പോൾ ഈ ഒരു ഏരിയയിൽ ഇവിടുത്തെ ഒരു വളരെ ഹാപ്പനിങ് ആയിട്ടുള്ളൊരു ഏരിയയാണ്, ഒരു സ്ട്രീറ്റാണിത്. നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ഇത്രയും ഒരു സെൻറ്ററിലായിരിക്കുമെന്ന് വിചാരിച്ചില്ല. താങ്ക്സ് ടു ബഡ്ജറ്റ് ഹോളിഡേയ്സ്, അവർ നമുക്ക് വേണ്ടി ഈ ട്രിപ്പെല്ലാം പ്ലാൻ ചെയ്ത് തന്നപ്പോൾ ദേ ജസ്റ്റ് പുട്ട് us in the correct place, you know. എല്ലാം അടിപൊളിയായിട്ടാണ് നമുക്ക് വേണ്ടി അവർ മാർക്കറ്റ് ചെയ്തത്. മലേഷ്യയുടെ നാഷണൽ ഫ്ലവർ എന്താണെന്നോ, ചെമ്പരത്തിപ്പൂ. അതുകൊണ്ട് ഇവിടെ ഒരുപാട് സ്ഥലത്ത് ചെമ്പരത്തിപ്പൂവിൻ്റെ പടമുണ്ട്. അപ്പോൾ അവിടെ തന്നെ കാണിച്ചു തരാൻ പറയുക ഒരു ഫൗണ്ടൻ, അതിലെല്ലാം ചെമ്പരത്തിപ്പൂ. എന്താ ഓ ഇത് രസമാണ് നോക്കട്ടെ. ഇവിടെ സ്ക്രീൻ കാണിച്ചു. കളർ കറക്റ്റർ ഇട്ടു. ഇനി കൺസീലർ ഇടുന്നു. മാറുന്നുണ്ടോ? ഇപ്പം അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. അവൾ ഇട്ട് കഴിഞ്ഞിട്ട് നോക്കാം. ഗ്രീൻ എന്താ ഇഷാനി ക്യാൻസൽ ചെയ്യുന്നത്? Green for redness. റെഡ്നെസ്. For orange is for dark circles, dark spot, any scar. ഇച്ചിരി ബാക്കിലോട്ട് വന്ന്. ഞാനപ്പുറത്ത് മേക്കപ്പ് ഇട്ടിട്ടില്ല. ഈ സൈഡ് മേക്കപ്പ് ഇല്ല. ಒಂದು ಲೈಟ್ ಸೇರ್ತಿದೆ. ഇവിടെ എന്താണ്, കരിയോ? പോവാത്തൊരു അടയാണ്. അതെങ്ങനെ? ഇതൊരു പിഗ്മെന്റേഷൻ. നല്ല മഴ പെയ്തു. ഞങ്ങൾ ആ സെഫോറ എന്ന് പറഞ്ഞ കടയിൽ കയറി അവിടെ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ നേരം നിൽക്കേണ്ടി വന്നു. ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ അടുത്ത് ജോളി ബി തപ്പി നടക്കും. ഇവിടെ തൊട്ടടുത്ത് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് തപ്പി നടക്കും. ഞങ്ങളുടെ വഴിയിൽ നിന്ന് കുട വാങ്ങി.
ഇതൊന്ന് കിട്ടി. അതെ മോർണിംഗ് എത്രയോ വർഷത്തിന് ശേഷം ഞാൻ നമ്മുടെ വീട്ടിലല്ലാത്ത ഒരു റംബൂട്ടാൻ കഴിക്കാൻ പോവാ. ഈ ലില്ലി ഞങ്ങൾ ഇന്നലെ വാങ്ങിയതാ. ഓ ലില്ലി, ഓർക്കിഡ് അല്ല, ഓർക്കിഡാ. എന്തോന്ന് ഇഷാനി? അയ്യട്ടാ, ഇഷാനി പറയാ ഇത് ഓർക്കിഡ് ആണെന്ന്. നോക്കട്ടെ, എവിടെന്നോ ഒരു അശരീരി. ഹൻസ് എന്തോ ചെയ്യുവാ? ഞാൻ റംബൂട്ടാൻ എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്യട്ടെ. നമ്മുടെ വീട്ടിലെ ഏത് മരത്തിന്റെ ഏത് ടൈപ്പാണെന്ന് നോക്കട്ടെ. ഇത് കണ്ടിട്ട് ഗാർഡനിലെ ടൈപ്പ്, ഗാർഡനിലെ പോലത്തെ തോന്നുന്നു. കാരണം ഇറ്റ്സ് എ ബിറ്റ് ഹ്യൂജ്. പക്ഷെ ഗാർഡനിലെ കളർ കുറച്ച് ഡാർക്കർ ആണ്. പഴുക്കുന്നതിന് മുമ്പ് ഇവന്മാർ പറിച്ചതാ. ഇതിന്റെ കളർ ലുക്സ് ലൈക്ക് മറ്റത് സൈസ്. പക്ഷെ ഇത് ഗാർഡനിലെ അല്ല 100% അല്ല. ഭയങ്കരമാണ്. ആഴ്ച നമ്മുടെ വീടിന് അത്ര മധുരം ഇല്ലടാ. ആണ്, നമ്മുടെ വീട്ടിലെ മാസാണ്. ഫ്ലഷ് ഉണ്ട്. ഗാർഡനിലെ അല്ലല്ലോ അത്. ഗാർഡനിലെ അല്ല, നമ്മുടെ സൈഡിൽ നിൽക്കുന്നത് അല്ല. നമ്മുടെ മറ്റേ കൊച്ചുമരം ഇല്ലേ, കൊച്ചുമരത്തിന്റെ. പക്ഷെ നമ്മുടെ കൊച്ചുമരം ഇതിനേക്കാൾ രുചിയാ. ഇപ്പൊ മറ്റേ കായ്ക്കാത്ത മരം അല്ലല്ലോ, അത് സൂപ്പർ ആയിരുന്നു. പൂച്ചയിരിക്കുന്ന അവിടുത്തെ മരം ഇല്ലേ, N18 അല്ല, മറ്റേ വേഗം കാച്ചൊരു മരം ഇല്ലേ, ഇഷാനി മരം. ഇഷാനി മരം. അതേപോലെ അതിന്റെ പൾപ്പ് ഇളകി വരുന്ന സീഡിന്ന് വിട്ട് വരും. നമ്മുടെ ട്രിവാൻഡ്രത്ത്, നമ്മുടെ മരുതൻകുഴിയില്, നമ്മുടെ ബാക്കിൽ കായ്ക്കുന്ന റംബൂട്ടാന്റെ രുചി എവിടെ പോയാലും കിട്ടൂല. കൊതുക്കി കഴിക്കാം. നമ്മുടെ ഇനി 2 മാസം എടുക്കും പഴുക്കാൻ. ഇത്തവണയാണെങ്കിൽ റംബൂട്ടാനും അത് മൊട്ടിട്ട സമയം തൊട്ട് തന്നെ കാ വന്ന സമയം, ആ ടൈമിലൊന്നും മഴ പെയ്തില്ല, കെയർ കൊടുക്കാനും പറ്റില്ല. കിച്ചു പക്ഷെ മഴ പെയ്തില്ല. സാധാരണ മഴ പെയ്യുമ്പോ കുഞ്ഞു കായ എല്ലാം വീഴില്ലേ. കുറെ വീണ്, ഇപ്പൊ ഫുൾ വീണെടുക്കാം. ആക്ച്വലി ഇതിന് ആ ടൈമിന് നല്ല കെയർ കൊടുക്കണം. കിച്ചു ഫുൾ ടൈം ബിസി ആയതോട്ട് കെയറേ കൊടുക്കണം. കിച്ചു ഇനി ഒരു ട്രിപ്പ് വരും, എന്നിട്ട് എന്നെ കുറെ ചീത്ത. സിന്ധുവിന് കെയർ കൊടുത്തൂടെ? എനിക്ക് അറിഞ്ഞൂടാ. ഇതിനെ നോക്കിയാൽ മരം കുറേ ഇങ്ങനെ വളഞ്ഞൊക്കെ നിൽക്കും. അത് വലിച്ചു കെട്ടാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. കിച്ചു എന്നോട് ചോദിക്കും എന്താ. ഞാൻ ഗാർഡനേഴ്സിനെ വിളിച്ചേ. അവര് ഞങ്ങൾ ഡൽഹി പോയിരുന്നപ്പോ വന്നു, കെട്ടുന്ന ആള് കയറൊക്കെ കൊണ്ട് വന്നപ്പോ വീട്ടിൽ നിൽക്കണ അപ്പച്ചി സഫീലയും കൂടെ അവരെ പറഞ്ഞു കിട്ടും. എങ്ങനെയുണ്ട് എന്റെ വീഡിയോ കൂടെ എനിക്ക് കിച്ചു ഈ ന്യൂസ് അറിയുന്നത്. അവര് പറഞ്ഞു കിട്ടും. നീയാണോ പറഞ്ഞോട്ടെ? നീയാണോ പറഞ്ഞോട്ടെ? അല്ല, അവര് വേറെ ആരും ഇല്ലായിരുന്നു. അല്ല, ഇവർ രണ്ടും അവരുള്ളപ്പോ വരാൻ പറഞ്ഞു. ആണോ? അത് ഗാർഡനേഴ്സ് ആയിരുന്നു. നമുക്കറിയില്ലായിരുന്നു. ഞാൻ നിങ്ങളെ കാണാൻ വന്നെന്ന് വിചാരിച്ചു. ഞാൻ അമ്മയുടെ ഫാൻസ് ആണെന്ന് വിചാരിച്ചു. മംഗളപുരം പോയിക്കെന്ന് അങ്ങനെ എന്നെ തപ്പി വന്നതുകൊണ്ട് ഇവര് പറയുന്നത് മാടം ഇങ്കയില്ല, മാടം മംഗലാപുരം പോയിരിക്കും പറയുന്നത്. അതുകൊണ്ടാണ് മതി എന്റെ സിന്ധു നിന്ന് കാല് കഴിക്കുന്നത്. ഇഷാനി വല്ലപ്പോഴും എനിക്ക് വേണ്ടി ഒന്ന്. വല്ലപ്പോഴും ഞാനാണ് എപ്പോഴും എടുത്തു പറഞ്ഞത്. ഞാൻ സംസാരിക്കട്ടെ എന്റെ ആൾക്കാരോട്. ഫോണുകളെല്ലാം ചരിച്ചു വെച്ചിട്ട് നിങ്ങൾ സംസാരിക്കണം. എന്റെ വാലിട്ട അത് നമ്മ വീഡിയോ എടുക്കുന്ന ഞാൻ എന്റെ ശബ്ദത്തിൽ തന്നെ പറയാം. കൈയൊക്കെ ഇറ്റ്സ് നോട്ട് സോഫ്റ്റ്, ഇറ്റ്സ് ക്വൈറ്റ് ഹാർഡ്. പൊട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ അകത്തെ സാധനങ്ങൾ കൊള്ളാം. അൻസുന് ഇഷ്ടമല്ലേ? അകത്ത് ഗാർലിക് പോലെ ഇരിക്കും. ഇന്ന് മറ്റേ ഡ്യൂറിയൻ ആ ഫ്രൂട്ട് സ്പെല്ലിംഗ് പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണോ? അത് സൂപ്പർ ആയിരുന്നു, സൂപ്പർ. പക്ഷെ അത് കാറി കയറ്റാൻ പറ്റത്തില്ല, ഹോട്ടലിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. അതിന്റെ സ്മെല്ല് കാരണം ഭയങ്കര ഒരു വിയർഡ് ടേസ്റ്റ് ആണല്ലോ സിന്ധുവിന്. ചക്ക തന്നെ. It's different from ചക്ക, but it's got an awesome taste. ഞാൻ ഫസ്റ്റ് ടൈം ഇത് കഴിച്ചപ്പോൾ എനിക്ക് പറ്റിയില്ല. ഞാൻ ആദ്യം എടുത്ത് ട്രിവാൻഡ്രത്താ വാങ്ങിച്ചത്. Then how do you like it now? I somehow started liking it. I don't know. എനിക്ക് അറിഞ്ഞൂടാ. How does it taste like? It tastes They have like a similar taste. It smells like jackfruit, so it must taste. ചക്ക അല്ല, അതിന്റെ പൾപ്പിന് ഇറ്റ്സ് ഡിഫറെന്റ്. നമ്മൾ കഴിച്ചിട്ടുള്ള വേറെ ഒന്നും അതിനെ കമ്പയർ ചെയ്യാൻ പറ്റൂല. അത് ഡിഫറെന്റ് ആണ്, പക്ഷെ ഭയങ്കര ഭയങ്കര ടേസ്റ്റ് ആണ്.
ഭയങ്കര, പക്ഷെ കുറച്ച് കോസ്റ്റ്ലി ആണ് കേട്ടോ. ഒരു കുഞ്ഞു പാക്കറ്റ് 40 × 18 എത്രയാ അറിയില്ല. 40 × 18 കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞതാ. 40 × 20 ആവുമ്പോ 800. അപ്പൊ ലിറ്റിൽ ലെസ് ദാൻ 800 into 18 is 720. അപ്പൊ ആ ഒരു കൊച്ചു ട്രേയിൽ കിട്ടുന്ന ഒരു 4 പീസിന് 720 രൂപ. പക്ഷെ ഇവിടെ വളരെ ചീപ്പാണ്. ഇതേ സാധനം നമ്മൾ സിംഗപ്പൂർ ചൈന ടൗണിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. മച്ച് കോസ്റ്റ്ലി, ലൈക്ക് 2000 രൂപ പോലത്തെ റേറ്റ്. അപ്പൊ നമുക്കത് കഴിക്കുമ്പോഴേ നമുക്ക് ടെൻഷനാവും. അന്ന് സിമിക്കും എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒന്നും കൂടെ വാങ്ങണം. നമ്മൾ വാങ്ങണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് പിന്നെ വാങ്ങിച്ചത് കൊതിയായിട്ട്. സോ ഞാനിത് കഴിച്ചപ്പോൾ തിങ്കിങ് ഓഫ് സിമി. ഐ ഹാഡ് ദിസ് വിതൗട്ട് യു ആൻഡ് ഐ തോട്ട് അബൌട്ട് യു. ഓക്കെ, അപ്പൊ ഇഷാനി കുറച്ച് നേരം എൻ്റെ വീഡിയോ ഓഫ് ആക്കിക്കാം. ശരി, നന്ദിയുണ്ട്. ഓക്കെ, ഗിവ് മി യുവർ ഫീഡ്ബാക്ക്. റിയലി നൈസ്. നമ്മുടെ അല്ലേ സ്വീറ്റ്? നമ്മുടെ എന്തോ ഒരു ഫീല് കൂടുതലാണ്. ബട്ട് നോട്ട് ബാഡ്. നമ്മുടെ ഫീല് കൂടുതലാ. നമ്മുടെയാണ് ഫീല് കൂടുതൽ. പക്ഷെ നല്ല ഗുണ്ടുമണി. നമ്മുടെ വീട്ടിലുള്ള ഈശാനിയ ഹൻസികനൊക്കെ പോലെ ശോഷിച്ചിരിക്കും, ഓസിയെ പോലെ. ശോഷിച്ചല്ല, ഞാൻ മാത്രം എന്റെ മുഖം ഒഴിച്ചു. അതാണ് ഹൻസികയ്ക്ക് ഇവിടെ വന്നപ്പോ തൊട്ട് ഒരു പുതിയൊരു ഹോബി കിട്ടി, കോയിൻ കളക്ഷൻ. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോ എല്ലാ കോയിൻസും എടുത്ത് ആരുടെങ്കിലും കോയിൻസ് ഉണ്ടെങ്കിൽ തരും. ബേർഡ് പാർക്ക് കിട്ടിയ കോയിനാണ്. നോക്കട്ടെ, നീ എത്ര കോയിൻസ് ഉണ്ട്? I just have 6. പക്ഷെ ടോട്ടലി എത്രയാണെന്നറിയോ? 50-50 എന്ന് പറയുമ്പോൾ 1 അല്ലേ? എന്നിട്ട് 60 which means 1.60 1.65 rupees. 1 രൂപ ഇവിടത്തെ അല്ല, ഇന്ത്യയിലെ 20 രൂപ 65. എന്തൊക്കെയോ പറയുന്നു. Mom, 1 ringgit 65 whatever cent, 65 cent. Okay, good girl, looking cute. പോടുന്നു. No, tired. കഴിക്കാം, ആപ്പിൾ കഴിക്കാം. സിംഗപ്പൂർ ഡോളർ പേരെന്താ? US ഡോളർ ആണല്ലേ? No, സിംഗപ്പൂർ ഡോളർ. ഉണ്ടോ? There's no name like ringgit and all. I don't think. I think it's just Singapore dollar. And അതിന്റെ കോസ്റ്റ് കുറച്ച് കൂടുതലായിരുന്നു, 80 or 70 അങ്ങനെയല്ലേ. US ഡോളറിന്റെ അത്രയല്ല, ഇച്ചിരി കൂടെ ലെസർ ആണ്, ബട്ട് ഇറ്റ്സ് ഹൈ ഓൺലി. ദിസ് ഇസ് ഓൾമോസ്റ്റ് 18 rupees. 20 അല്ലേ? 18 സംതിങ് ലൈക്ക് ദാറ്റ്. വിയറ്റ്നാമില് ഇന്ത്യക്കാരിലും കുറവാണ്. ആണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോകുമ്പോ ചാക്കി കെട്ടിക്കൊണ്ടുണ്ടോ കാശ്? പക്ഷെ അമ്മ പറഞ്ഞ ലൈക്ക് അവിടെ ചെറിയ സാധനത്തിനും കുറച്ച് വില, അങ്ങനെയല്ല, അവിടെ ആയിരിക്കും നമുക്ക് ഏറ്റവും അഫോർഡബിൾ. അങ്ങനെ ഹാന സെഡ് ലൈക്ക് അവിടെ ഇപ്പൊ ഒരു 100 രൂപയുടെ സാധനം അവർ 500 രൂപയ്ക്ക് വിൽക്കണമെന്ന്. ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് ഷുവർ. പക്ഷെ എന്നാലും അവിടെ നമുക്ക് കുറച്ച് ചീപ്പാണ്. ഹാന വിയറ്റ്നാം ദീനങ്ങൾ പറയും. നിനക്ക് ഇഷ്ടായ റംബുട്ടാൻ? വിൽ ഗോ ടുമോറോ ഓൾസോ ദാറ്റ് സെയിം പ്ലേസ്. കഴുകിയോ? കഴുകിയില്ലേ? സ്റ്റുപ്പിഡ്. കഴുകിയിട്ട് വാ. അവിടെ തുറന്നിരുന്നതാ, ഞാൻ കഴുകിയിട്ടാ എടുത്തത്. പക്ഷെ അവള് കടിച്ചു. വാട്ട് ഇഷാനി? നമ്മള് ഇങ്ങനെയൊക്കെ ചെയ്താലേ ഇമ്മ്യൂണിറ്റി കുറച്ചെങ്കിലും സ്ട്രോങ്. പിന്നെ കഴുകിയിട്ട് വേണം എടുക്കാൻ. കഴുകി. ഇതൊക്കെ എന്റെ ബ്ലോഗിലുണ്ട്. വാട്ട് ആർ യു സിറ്റിംഗ് ആൻഡ് ഡൂയിങ്? ഇതേപോലത്തെ ടീഷർട്ട് ഓസിക്ക് ഉണ്ട്. പക്ഷെ ഞാൻ വാങ്ങിയത് അവൾ അറിഞ്ഞില്ല, അവള് വാങ്ങി ഞാനല്ല. അവളുടെ വ്ളോഗ് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു നീ എവിടെയോ കണ്ടൊരു ടീഷർട്ട്. ഇഷാനി വിചാരിച്ചു ഇഷാനിയുടെ എടുത്തോണ്ട് പോയി നോക്കി. ഞാൻ അപ്പൊ തന്നെ പോയി നോക്കി, പക്ഷെ എന്റെ കവറിലുണ്ടായിരുന്നു. ഓക്കെ, ഇത് എവിടെ നിന്നായിരിക്കും പോയി ഷോസി വാങ്ങിയ? ഞാൻ ചെന്നൈ ഓസി എവിടെ നിന്നെങ്കിലും ബാംഗ്ലൂരിൽ നിന്നായിരിക്കും വാങ്ങിച്ചേ. നിങ്ങളുടെ രണ്ടും ചോയ്സ് ആ സെയിം ലൈക്ക്? ആക്ച്വലി ഒട്ടും സെയിം അല്ല. പിന്നെ ഈ ഓവർ സൈസ് ടീഷർട്ട് നമ്മൾ എല്ലാവരും ഇടുമല്ലോ. ഹൻസ് ഫ്രൂട്ട്സ് എടുക്കാൻ പോവാണോ? പിന്നെ ഓക്കെ.
ഇത് കൊള്ളാം. AC ഉണ്ട്, എന്നാൽ ഒരു ശബ്ദവും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ സൂപ്പർ. കഴുകാൻ പാത്രങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഉള്ള ചെറിയ കുഞ്ഞ് 1-2 സാധനങ്ങളുണ്ട്, അതിൽ അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ കത്തി പോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ആപ്പിളൊക്കെ വെട്ടി ഈ കത്തി വെച്ചിട്ടാണ്. ഇത് കുറച്ച് ബ്ലൂബെറി നമ്മൾ ഇഷാനിക്ക് ബ്ലൂബെറി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയിട്ട് വന്നതാണ്. ഇഷാനിക്ക് കൊണ്ടു കൊടുക്കട്ടെ. മുത്തേപ്പോളി ഞാൻ വ്ളോഗ് എടുക്കുക. കഴിച്ചോ? കഴിക്കാലോ. മനസ്സ് കുളിക്കാൻ പോയോ? വേഗം ഫിനിഷ് ചെയ്യും. സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇന്നലെ ഇന്നും കുറച്ച് ഫുട്ടേജസ് എടുത്ത കൂടെ ഇട്ട് നോക്കിയപ്പോൾ അത്യാവശ്യം ലെങ്തായി. ഞാൻ വിചാരിച്ചു എല്ലാ ദിവസത്തെയും കുറച്ച് എടുത്തിട്ട് വ്ളോഗ് ആക്കാമെന്ന്. നോക്കിയപ്പോൾ അത്യാവശ്യം ലെങ്തായി. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ എടുത്താൽ ഒരുപാട് വലുതായി പോകും. അപ്പോൾ ഐ തോട്ട് ഈ ഒരു കുഞ്ഞു വ്ളോഗ് നമുക്ക് ഇവിടെയും അവസാനിപ്പിച്ചിട്ട് അടുത്തൊരു വ്ളോഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അല്ലെങ്കിൽ 1 മിനിറ്റ്, അന്ന് എല്ലാവരും എന്നോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ലേ? അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ സ്ക്രീൻഷോട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ. ഞാൻ അന്നൊരു Q&A ചെയ്തിട്ടേ ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നു. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് റാൻഡമായിട്ട് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാം. ഞാൻ നേരത്തെ ആൻസർ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നു. അങ്ങനെ എനിക്ക് വീഡിയോ കട്ട് ചെയ്തു. ഫോൺ കോളൊക്കെ ചെയ്തിട്ട് ഞാൻ പിന്നെ പോയി എൻ്റെ കമ്മലൊന്ന് ഊരി വെച്ചു. എനിക്ക് കമ്മലിട്ടിരുന്നാൽ എനിക്ക് ഇങ്ങനെ വേദനിക്കും. അങ്ങനെ വേഗം കമ്മലൊക്കെ ഒന്ന് ഊരി വെച്ചിട്ട് വന്നു. അപ്പോൾ എനിക്ക് മാക്സിമം വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആർ അബൌട്ട് ഓസി ആൻഡ് ഹെർ മാരേജ്. ഓസിയുടെ കല്യാണം എന്നാണ് എന്നും പറഞ്ഞിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ്. ഇറ്റ് മോസ്റ്റ് പ്രോബബ്ലി സെപ്റ്റംബറിലാണ്. ആൻഡ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റെ ഇനിയുള്ള ഏതെങ്കിലുമൊക്കെ വ്ളോഗുകളിൽ ഇൻക്ലൂഡ് ചെയ്യും. അല്ലെങ്കിൽ അത് ഓസിയുടെ വ്ളോഗ്സിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടിയിട്ട് ലൈക്ക് എപ്പോഴാണ്, ഐ മീൻ എവിടെ വെച്ചാണ് എന്നൊക്കെ ഉള്ളത് എനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി എനിക്ക് കിട്ടിയിട്ട് ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ അത്ര തന്നെ. പിന്നെ മാക്സിമം എനിക്ക് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എപ്പോഴാണ് നിങ്ങളുടെ അടുത്ത ഇൻ്റർനാഷണൽ ട്രിപ്പ്? ഇപ്പം ഞാൻ അവിടെ ഇരിക്കുവാണ്, മലേഷ്യയിലിരിക്കുവാണ്. ആൻഡ് മലേഷ്യ ചൂസ് ചെയ്യാൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ വെക്കേഷൻ ആയ സമയത്ത് ലൈക്ക് ഹൻസുൻ്റെ എക്സാം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പുറത്തോ ഇന്ത്യക്കകത്തോ എവിടെയെങ്കിലും ഒരു 1 വീക്ക് വെക്കേഷൻ പോകണം എന്നിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ലൈക്ക് ഔട്ട് ഓഫ് ദ ബ്ലൂ ആയിരുന്നു. ഞാനും കിച്ചും ബോംബെയിലൊരു ട്രിപ്പിന് പോയിരുന്നല്ലോ. ആ സമയത്ത് പോലും തിരിച്ചെത്തിയിട്ട് ബോംബെ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് ഹൻസുവിന് വേണ്ടി നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം എന്നുള്ളൊരിതിലാണ്. ബോംബെ നിൽക്കുമ്പോഴാണ് ഔട്ട് ഓഫ് ദ ബ്ലൂ പോലെ കിച്ചുവിന് മറ്റേ എലക്ഷന് കൊല്ലം കാൻഡിഡേറ്റ് അതിന് ഉള്ള ഇത് ന്യൂസ് അറിയുന്നത്. ഐ മീൻ കിച്ചുവിൻ്റെ പേര് അതിലുണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയൊരു ഡൗട്ട്. എന്നിട്ട് പിന്നെ എല്ലാം സംഭവിച്ചത് അനൗൺസ്മെൻറ്റും കിച്ചു കൊല്ലത്തോട്ട് പോയതും പിന്നെ എലക്ഷൻ ക്യാമ്പയിനും ഇറ്റ് വാസ് ഓൾ ഓഫ് എ സഡൻ. ആൻഡ് അത് കുറേ 1 മാസത്തോളം അങ്ങനെ അങ്ങ് പോയി. ആൻഡ് കിച്ചുവിൻ്റെ കണ്ണിനെ കുറിച്ചുള്ള ഒത്തിരി ട്രോൾസ് ഉണ്ടായിരുന്നല്ലോ. ആക്ച്വലി ഹിസ് കണ്ണ് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഡൽഹിയിലായിരുന്ന ദിവസം ഒരു ദിവസം രാത്രി ഞങ്ങൾ വരുന്നതിൻ്റെ തലേദിവസം രാത്രി പുള്ളിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ നല്ല ഹീലായി തുടങ്ങി, കുഴപ്പമില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ കോർണിയയുടെ ആ ഒരു മുറിവ് പറ്റി അവിടുത്തെ ഒരു പാട പോലത്തെ ഒരു ലെയർ ഇളകിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മുടെ കൈയൊക്കെ കൈ മുറിഞ്ഞാൽ അത് ചിലപ്പോൾ താനെ അതിങ്ങനെ തൊലി തിരിച്ച് വളർന്നു വരും.
അപ്പോൾ അതിന് നമ്മൾ ഒട്ടും കെയർ കൊടുത്തിട്ട് വീണ്ടും ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെയാണ് ഈ കണ്ണും. അപ്പോൾ ഈ പെർട്ടിക്കുലർ രാത്രി കിച്ചുവിൻ്റെ അൺബെയറബിൾ പെയിൻ ആയിരുന്നു. സഹിക്കാൻ വയ്യാത്ത പെയിൻ വന്നു, ഭയങ്കരമായിട്ട് BP കയറി, ആകെ പ്രശ്നമായി. പിറ്റേന്ന് രാവിലെ അവിടെ ഉള്ള ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് കൊണ്ടുപോയി. സ്ഥലത്തിൻ്റെ പേരെന്താ പറഞ്ഞത്, ഒരു ഐ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ, അങ്ങനത്തെ ഹോസ്പിറ്റലുകൾ. അവിടെ പോയി കംപ്ലീറ്റ് ഇതിൻ്റെ ഇതൊക്കെ എടുത്തപ്പോഴത്തേക്കും ആ ഒരു വളർന്നു വന്ന സാധനം വീണ്ടും വരും. എന്ന് വെച്ചാൽ കിച്ചിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് നമ്മൾ നോർമലായിട്ട് കണ്ണ് കഴുകുന്നുണ്ടായിരുന്നു, എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഈ സംഭവിച്ച ആ പെർട്ടിക്കുലർ നൈറ്റ് ഡൽഹിയിലൊരു ഭയങ്കര വിൻഡ് ഡസ്റ്റ് സ്റ്റോം, വിൻഡ് സ്റ്റോ. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് കാറ്റടിക്കണുണ്ടായിരുന്നു, മണ്ണ് പറക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കിച്ചു എപ്പോഴും നമ്മളോട് ഇങ്ങനെ ബാൽക്കണി കൂടെ നോക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ അതെന്തെങ്കിലും കണ്ടിപ്പോയി, അങ്ങനെ അവൻ വഴിയില്ല. പക്ഷെ എന്തോ ഈ വളർന്നു വന്ന സാധനം വീണ്ടും പീൽ ഓഫായി. അതിൻ്റെ വേദനയായിരുന്നു. കിച്ചു വാസ് ലൈക്ക് റിയലി സഫറിങ് ആൻഡ് സ്ട്രഗ്ലിങ്. ആൻഡ് നെക്സ്റ്റ് ഡേ പോയി. പിന്നെ എത്രയോ നേരം കഴിഞ്ഞ് വന്നപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു, യു ആർ റിയലി സഫറിങ്. പക്ഷെ പുറത്ത് എല്ലാവർക്കും കിച്ചുവിൻ്റെ കണ്ണൊരു വലിയ ട്രോൾ ചെയ്യാനുള്ളൊരു സംഭവമായിരുന്നു എന്നിങ്ങനെ പറയുമായിരുന്നു. റിയാലിറ്റി വേറെയാണ്, നമ്മൾ കാണുന്ന മറ്റതൊക്കെ വേറെയാണ്. അപ്പോൾ സോ ലീവ് ഇറ്റ്. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രിപ്പിനെ കുറിച്ച് ചോദിച്ചപ്പം മലേഷ്യ നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം നമുക്ക് ഒട്ടും ടൈമില്ലായിരുന്നേ. മലേഷ്യ ആകുമ്പോൾ നമുക്ക് വിസ ഓൺ അറൈവലാണ്, വിസയൊന്നും എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് വേറെ പല സ്ഥലങ്ങളിലോട്ടും പോകണമെങ്കിൽ 2 weeks 3 weeks വിസയ്ക്ക് ഒരു ടൈം വേണം. അപ്പോൾ അതാകുമ്പോൾ പിന്നെ ഹൻസുന് June 1st week എക്സാം തുടങ്ങുന്നതുകൊണ്ട് പോയിട്ട് പഠിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് മലേഷ്യ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ സാധാരണ ട്രിപ്പുകളിലൊക്കെ അമ്മു കുറേ സമയം ഇരുന്ന് അമ്മു ആയിരിക്കും അതിൽ കുറേ സംഭവങ്ങളൊക്കെ, ഇവൻ ഹോട്ടൽസ് ആയാലും നമുക്ക് പോവേണ്ട സ്ഥലങ്ങളുടെ എവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്, അതിൻ്റെ ടിക്കറ്റ്സ് എടുക്കുക എല്ലാം അമ്മുവാണ് ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം അമ്മുവിനും കുറച്ച് തിരക്കായിരുന്നു, നമ്മളും എല്ലാം ട്രാവലൊക്കെ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ടൈമില്ലാണ്ട് നമ്മളിപ്പോൾ ബഡ്ജറ്റ് ഹോളിഡേയ്സ് ഓസിയുടെ കൂടെ കുറച്ച് ട്രിപ്സ് ബഡ്ജറ്റ് ഹോളിഡേയ്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വി ന്യൂ ദം. അങ്ങനെ അവരുമായിട്ട് അമ്മു സംസാരിച്ചു. പിന്നെ എല്ലാം തവടവേന്നായിരുന്നു കേട്ടോ. ദേ വാസ് സോ ഹെൽപ്ഫുൾ ആൻഡ് സോ സ്വീറ്റ്. എല്ലാം ഭയങ്കര, നമുക്ക് ഒരു കുഞ്ഞു ടെൻഷൻ പോലും ഇല്ലായിരുന്നു കേട്ടോ. പെട്ടിയും പാക്ക് ചെയ്ത് വരിക അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത്ര അടിപൊളിയായിട്ട് എല്ലാം ചെയ്തു തന്നു. താമസം ഇവിടെ നമ്മളിപ്പോൾ താമസിക്കുന്ന റിറ്റ്സ് കാൾട്ടൺ ഹോട്ടലാണ്. ഇറ്റ്സ് സച്ച് എ പ്രൈം പ്ലേസ്. ഇവിടെ നിന്നൊരു ഒരു 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 10-40 സ്റ്റെപ്പ് അങ്ങോട്ട് നടക്കുമ്പോൾ ഇവിടുത്തെ മോസ്റ്റ് ഹാപ്പനിങ് ഒരു ഏരിയയാണ്. എന്താ പേരെന്തോ പറഞ്ഞ പേര് പറഞ്ഞത്, ലൂയി വിത്തോണും പാവിലിയൻ, 2 malls, പാവിലിയൻ മോള് വേറൊരു മോള് കുറച്ച് അങ്ങോട്ട് തിരിഞ്ഞ് ആ മോൾ ഈ മോൾ. എൻ്റെ അമ്മ അടിപൊളിയായിട്ടുള്ളൊരു ഏരിയ. ഹൻസിക വളരെ ഹാപ്പിയായി. ഹൻസിക വേറെ ഏതൊക്കെയോ ജപ്പാൻ പോകണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷെ ജപ്പാനൊന്നും നടക്കത്തില്ല, വിസ പ്രോസസ്സ് ടൈം എടുക്കും. പ്ലസ് നമുക്കിപ്പോൾ ലേറ്റായി പോയത് കൊണ്ട് അവിടുത്തെ ഇത് ചെറിയ ബ്ലോസം ടൈമൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ലാസ്റ്റ് നമുക്ക് വന്നതാണ് മലേഷ്യ. ആൻഡ് വളരെ ഹാപ്പിയായി ഹൻസു വന്നിട്ട്. മെയിൻലി ബഡ്ജറ്റ് ഹോളിഡേ ടീം നമുക്ക് അടിപൊളിയായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് തന്നു. നമ്മൾ റിസീവ് ചെയ്യാൻ വന്നത് തൊട്ടും എല്ലാം. സാധാരണ നമ്മൾ പരിചയമില്ലാത്തൊരു നാട്ടിൽ പോകുമ്പോൾ നമുക്ക് ഏറ്റവും വറിയാണ് എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ അവിടെ കറക്റ്റ് ആൾ കാണുമോ, നമ്മുടെ ഇത്രയും ലഗേജൊക്കെ കയറുന്ന പോലത്തെ കറക്റ്റ് അവർ വണ്ടി കൊണ്ടുവരുമോ, ചെല്ലുമ്പോൾ ഹോട്ടലിൽ എങ്ങനെയായിരിക്കും, അങ്ങനെ ഒത്തിരി വറീസ് കാണും നമുക്ക്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവർ നമ്മുടെ ഫ്ലൈറ്റ് ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തലേ ദിവസമേ നമുക്ക് റൂം ബുക്ക് ചെയ്ത് തലേ ദിവസമേ അവർ നമുക്കുള്ള കീ എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വിത്ത് കീ ആണ് അവർ വന്നത്. നമുക്കിപ്പോൾ ഹോട്ടലിൽ കയറി നേരെ റൂമിലോട്ട് വരാം. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ അവിടെ കുറച്ചൊരു 10-15 മിനിറ്റ് നമുക്ക് എടുക്കുമല്ലോ, നമ്മുടെ ID കാർഡ് കാണിച്ച് ഇത് കാണിച്ച് ഫോർമാലിറ്റീസ്. അതൊന്നും വേണ്ടി വന്നില്ല. നേരെ വന്ന് ഇങ്ങനെ കയറി വന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്ന് കുളിച്ച് ഞങ്ങൾ കിടന്നങ്ങ് ഉറങ്ങി. ഫസ്റ്റ് ഡേ അതായത് ഇന്നലെ. സോ വി ആർ ജസ്റ്റ് എൻജോയിങ് ദിസ് ട്രിപ്പ്. ഞാൻ ആക്ച്വലി ഇനിയുള്ള എല്ലാ ദിവസത്തെയും കുറച്ച് എടുത്തിട്ട് ഒരു വ്ളോഗ് ഇടാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ നോക്കിയപ്പോൾ ഇന്ന് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. സോ അതുകൊണ്ട് ഇതിപ്പോൾ ഇവിടെ നിർത്താം. നീട്ടി വലിയൊരു നീളമുള്ള വ്ളോഗ് ആക്കട്ടെ. ഇനിയുള്ള ദിവസങ്ങളിൽ ഹൻസു ഒരു പുതിയ ക്യാമറ വാങ്ങി അത് വെച്ചിട്ടാണ് വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ തിങ്ക് ഷീ ഈസ് ഡൂയിങ് എ ഗുഡ് ജോബ്. സോ കുറേയൊക്കെ അവരെടുക്കട്ടെ. ഞാൻ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇനി കാണുവാണെങ്കിൽ ലിറ്റിൽ ബിറ്റ് അൽ ഷോ, മാക്സിമം ലെറ്റ് ദെം ഓൺലി പുട്ട്. സോ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നോ? നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴ പെയ്തോ? ഞങ്ങളുടെ വീട്ടിൽ മഴ പെയ്തു. ഞങ്ങളുടെയൊക്കെ ഏരിയയിൽ ട്രിവാൻഡ്രത്ത് നല്ലപോലെ മഴ പെയ്തു. അപ്പോൾ ഇന്ന് വിളിച്ച് പറയാമോ ഇനി കുറച്ച് ദിവസം ചെടിക്കൊന്നും വെള്ളം ഒഴിക്കണ്ട,
അല്ലെങ്കിൽ ഭയങ്കര മരുഭൂമി പോലെ കിടക്കുമായിരുന്നു ഗാർഡനൊക്കെ. എപ്പോഴും വെള്ളം ഒഴിക്കണം, രാവിലെ ഒഴിച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ഡ്രൈ ആവും. മഴ പെയ്താലുള്ളൊരു സുഖത നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ബില്ലിൽ ഇച്ചിരി കുറവ് വരും. കറണ്ട് ബില്ലിൽ മഴ പെയ്താൽ ഇച്ചിരി കുറവ് വരും. കാരണം അപ്പോൾ നമ്മൾ AC ഇടലൊക്കെ ഇച്ചിരി ടൈം കുറയ്ക്കുമല്ലോ, തണുക്കും. അപ്പോൾ നമ്മൾ വേഗം ഓഫാക്കും. മറ്റേ നമ്മൾ അയ്യോ രാവിലെ ആയാലും AC ഓഫാക്കി അങ്ങനത്തെ ഒരു ഇതാണ്. കറണ്ട് ബില്ലും വെള്ളത്തിൻ്റെ ബില്ലൊക്കെ കുറയും മഴ വന്നാൽ. അപ്പോൾ see you all soon in my next video. All of you all take care. Okay? Bye.